ഹായ്, ഞാൻ റിയാസ് ബിൻ ഉബൈദ്. നമ്മുടെ വീഡിയോയിലേക്ക് കടക്കുന്നതിനേക്കാൾ മുമ്പ് 2 ചോദ്യം നിങ്ങളോട് ചോദിക്കുവാനുണ്ട്. അതിന് ഉത്തരം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. 1. സ്നേഹമെന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ആദ്യമായിട്ട് ഓടിയെത്തുന്ന മുഖം ആരുടേതാണ്? 2. രക്തബന്ധത്തേക്കാൾ വലിയ സ്നേഹം നിങ്ങൾക്ക് എപ്പോഴെങ്കിലും അപരിചിതരിൽ നിന്നും ലഭിച്ചിട്ടുണ്ടോ? 2നും ഉത്തരം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നമ്മുടെ മനുഷ്യൻ ഭൂമിയിൽ ജനിച്ച നാൾ മുതൽ തന്നെ തിരയുന്ന ഒന്നാണ് സ്നേഹമെന്ന് പറയുന്നത്. ലോകത്തിലെ എല്ലാ കവികളും എഴുത്തുകാരും ഇതിനെക്കുറിച്ച് അനേകം എഴുതിയിട്ടുണ്ട്. എന്നിട്ടും സ്നേഹം ഇപ്പോഴും ഒരു നിഗൂഢതയാണല്ലേ. എന്താണ് സ്നേഹം? അത് വെറുമൊരു രാസപ്രവർത്തനമാണോ, അതോ ആത്മാക്കൾ തമ്മിലുള്ള ബന്ധമാണോ? നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ഈ ലോകത്തെ താങ്ങി നിർത്തുന്ന ആ വലിയ മഹത്തായ ആ ശക്തിയെക്കുറിച്ചാണ്. ഇത് ഒരുപക്ഷെ നമ്മുടെ ജീവിതം തന്നെ മാറ്റിമറിച്ചേക്കാം. സ്നേഹമെന്ന് കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ആദ്യം വരുന്നത് പ്രണയമാണല്ലേ. എന്നാൽ സ്നേഹം ഒരു സമുദ്രം പോലെയാണ്. അതിൽ പലതരം തിരകളുണ്ട്. അതിലൊന്നു മാത്രമാണ് പ്രണയം. സ്വന്തം സുഖം നോക്കാതെ മക്കൾക്ക് വേണ്ടി ഉരുകിത്തീരുന്ന മാതാപിതാക്കൾ നൽകുന്ന വാത്സല്യം മഹത്തായ സ്നേഹമാണ്. രക്തബന്ധമല്ല എങ്കിൽ പോലും ജീവൻ നൽകുവാൻ തയ്യാറാകുന്ന നമ്മുടെ ചെങ്ങാതിമാർ നൽകുന്ന സൗഹൃദവും ഒരു സ്നേഹമാണ്. നമ്മെ അറിയാത്ത മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ നൽകുന്ന ഓരോ സഹായങ്ങളും അവരോട് കാണിക്കുന്ന മഹത്തായ കാരുണ്യവും ഏറ്റവും ശുദ്ധമായിട്ടുള്ള സ്നേഹമാണ്. മറ്റൊരാളുടെ സന്തോഷത്തിന് വേണ്ടി സ്വന്തം ഇഷ്ടങ്ങൾ മാറ്റിവെക്കുന്നതും സ്നേഹമാണ് സുഹൃത്തുക്കളെ. ശാസ്ത്രം പറയുന്നത് സ്നേഹം തലച്ചോറിലെ ചില രാസവസ്തുക്കളുടെ കളിയാണെന്നാണ്. ഓക്സിറ്റോസിൻ എന്ന ഹോർമോണിനെ ലവ് ഹോർമോൺ എന്നാണ് വിളിക്കുന്നത് തന്നെ. ഒരാളെ കെട്ടിപ്പിടിക്കുമ്പോഴോ സ്നേഹത്തോടുകൂടി സംസാരിക്കുമ്പോഴോ ഒക്കെ നമ്മുടെ ഉള്ളിലെ സമ്മർദ്ദങ്ങളെയൊക്കെ കുറയ്ക്കുവാൻ സഹായിക്കുന്നു എന്നാണ് ശാസ്ത്രം പറയുന്നത്. അതായത് സ്നേഹിക്കുന്നത് നമ്മുടെ ആരോഗ്യത്തിന് പോലും അത്യാവശ്യമാണ് എന്നർത്ഥം. സ്നേഹമില്ലാത്ത മനുഷ്യന് ഉണങ്ങിയ മരം പോലെയാണ് എന്നാണ് സാധാരണ പറയാറുള്ളത്. പലപ്പോഴും നമ്മൾ ലോകത്തെ മുഴുവൻ സ്നേഹിക്കുവാൻ ശ്രമിക്കും, പക്ഷെ നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കുവാൻ മറന്നു പോകുന്നു എന്നുള്ളതാണ് വസ്തുത. സെൽഫ് ലവ് അല്ലെങ്കിൽ സ്വന്തമായിട്ട് സ്നേഹിക്കുക എന്നത് സ്വാർത്ഥതയൊന്നുമല്ല കേട്ടോ. നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കാതെ മറ്റൊരാൾക്ക് സ്നേഹം നൽകുവാൻ കഴിയില്ല എന്നുള്ളതാണ്. നിങ്ങളുടെ കുറവുകളെ സ്നേഹിക്കുക. ഞാൻ പൂർണ്ണനല്ല, പക്ഷെ എനിക്ക് പ്രിയപ്പെട്ടവനാണ് എന്ന് പറയുവാൻ നമ്മൾ ശീലിക്കേണ്ടതായിട്ടുണ്ട്. ലോകത്തെ സ്നേഹിക്കുവാനുള്ള ആദ്യ പടി എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കുക എന്നതാണ്. സ്നേഹത്തിൽ എപ്പോഴും മധുരം മാത്രമൊന്നുമല്ല ഉള്ളത്. ചിലപ്പോഴൊക്കെ അത് വേദനിപ്പിക്കും. സ്നേഹിക്കുന്നവർ തമ്മിൽ പിണങ്ങും, തെറ്റിദ്ധാരണകൾ ഉണ്ടാകും. പക്ഷേ അവിടെയാണ് സ്നേഹത്തിൻ്റെ യഥാർത്ഥമായിട്ടുള്ള പരീക്ഷണം ഉണ്ടാകുന്നത്. ക്ഷമിക്കാൻ അറിയാത്തവന് സ്നേഹിക്കാൻ അറിയില്ല എന്നാണ്. വിട്ടുകൊടുക്കലുകൾ തോൽവിയല്ല സുഹൃത്തെ, മറിച്ച് ആ ബന്ധത്തെ നിങ്ങൾ എത്രത്തോളം വിലമതിക്കുന്നു എന്നതിൻ്റെ അടയാളമാണ്. ഒരു ചെറിയ സോറി കൊണ്ട് തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ യുദ്ധങ്ങൾ പോലും അവസാനിപ്പിക്കാൻ ഒരുപക്ഷെ സാധിച്ചേക്കും. ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യണം. നിങ്ങൾക്ക് പ്രിയപ്പെട്ട ഒരാളെ ഒന്ന് വിളിക്കുക, അല്ലെങ്കിൽ ഒരു മെസ്സേജ് അയയ്ക്കുക. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് അവരോടൊന്ന് തുറന്നു പറയുക. നാളെ എന്നത് ഒരു ഉറപ്പില്ലാത്ത വാക്കാണ് സുഹൃത്തെ. നമുക്ക് ഉള്ള കാലം സ്നേഹത്തോടു കൂടി ജീവിക്കാം. വിദ്വേഷം വിതയ്ക്കുവാൻ എളുപ്പമാണ്, പക്ഷേ സ്നേഹം വളർത്തുവാൻ വലിയ മനസ്സ് തന്നെ നമുക്കുണ്ടാകണം. നമുക്ക് ആ വലിയ മനസ്സിൻ്റെ ഉടമകളായി മാറാൻ കഴിയണം. എല്ലാവർക്കും പരസ്പരം സ്നേഹിച്ച് സന്തോഷത്തോടു കൂടി ജീവിക്കുവാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.